അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ത്വാഹിർ വ്ളോഗ്സിൽ മലബാറിലെ മഹാരഥന്മാർ എന്ന പരമ്പരയിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മരവട്ടം കോയ്മുറി മക്കാമിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പുരാതന മക്കാമിലെത്തുന്നവർക്ക് പൂർണ്ണ സംതൃപ്തിയോടെയും മനസ്സാന്നിധ്യത്തോടെയും പ്രാർത്ഥന നിരതരാകാവുന്നതാണ്. അടിസ്ഥാന സൗകര്യക്കുറവും വൈദ്യുതിയും ഇല്ലെങ്കിലും തികഞ്ഞ നിശബ്ദതയും കാട്ടുകോഴികളുടെ നിശബ്ദ സഞ്ചാരവും മയിലുകളുടെ പീലി വിടർത്തിയുള്ള ആട്ടവും മറ്റു വന്യജീവികളുടെ ശബ്ദവും സാന്നിധ്യവും ജനവാസം കുറഞ്ഞ ഈ മേഖലയെ ഏതോ ഒരു ഉൾവനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നു. യമനി സൂഫിവര്യനായ കോയ ഉമർ ഉപ്പാപ്പ എന്ന് ജനങ്ങൾ വിളിച്ചിരുന്ന ഈ മഹാൻ ചാപ്പനങ്ങാടിക്കടുത്ത കാഞ്ഞിരപ്പള്ളി മക്കാമിലും ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പിലും ഇന്ത്യനൂരിനടുത്ത് മുണ്ടംതടം എന്നീ സ്ഥലങ്ങളിലുമായി മറവിട്ട് കിടക്കുന്നവർ ആത്മീയ സഞ്ചാരപാതയിലെ സമകാലികരാണെന്ന് കോൽക്കളം മഹല്ല് കാരണവരായിരുന്ന ഒരു നൂറ്റാണ്ട് സംശുദ്ധ ജീവിതം നയിച്ച പിച്ചൻ കുഞ്ഞാലി എന്നിവരുടെയും മറ്റു പലരാലും വാമൊഴിയായി പറഞ്ഞു വരുന്നു. ആഗ്രഹ സഫലീകരണത്തിനായി ദിനംതോറും നൂറുകണക്കിന് ആളുകൾ ഈ മഹാൻ്റെ ചാരെത്താറുണ്ട്. ഇസ്ലാമിൻ്റെ പ്രാരംഭകാലം മുതൽ തന്നെ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കഅബ ചാരത്തിരുത്തി പ്രബോധനത്തിന് യാത്ര തിരിച്ചതും പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്കും പടർക്കളത്തിലേക്കും പോയതും ഇസ്ലാമിക പ്രചാരണാർത്ഥമായിരുന്നല്ലോ. പ്രവാചകരുടെ കാലത്തും ശേഷവും സ്വഹാബി വര്യർ യമനിലേക്കും മറ്റു രാജ്യാതിർത്തികൾ ഭേദിച്ചും കേരളമടക്കം മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര തിരിച്ചത് സുപരിചിതമാണല്ലോ. സ്വഹാബി പ്രബോധകർക്കു ശേഷം തലമുറക്കാരായ താബിയുകൾ ഇന്ത്യയിലാകമാനം പ്രബോധന നിരതരായി. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളും റിഫായി ശൈഖ് തങ്ങളും ആത്മീയ സഞ്ചാരപാതയിലെ നക്ഷത്ര താരകങ്ങളാണ്. ഇവരെ പിൻപറ്റിയും പിന്തുടർന്നും ഖാജ മൊയ്നുദ്ദീൻ തങ്ങളും നിസാമുദ്ദീൻ തങ്ങളും ദഹ്ലവിയും ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളും ദാവൂദുൽ ഹക്കീം തങ്ങളും ഇങ്ങ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും മമ്പുറം തങ്ങളും ഉമർ ഖാദിയുമൊക്കെ ഇന്ത്യൻ സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഗതിവിധികളെ സ്വാധീനിച്ച ആത്മീയ പ്രഭ പരത്തിയവരുമാണ്. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അറിയപ്പെടാതെ ഇലാഹി ചിന്തയിലായി നാടും വീടും വിട്ടുകൊണ്ട് കാറ്റിലും മഴയിലും ഊണിലും ഉറക്കിലും വെയിലിലും തണുപ്പിലും അവർ ഇലാഹിനെ അന്വേഷിച്ചു പ്രപഞ്ച ത്യാഗികളായി. ഇതെല്ലാം റബ്ബിൻ്റെ മാർഗത്തിലുള്ള ഒരു പ്രബോധന രീതിയായി അവർ ഗണിച്ചു. അക്കൂട്ടത്തിലെ ഒരു മഹാനാണ് കോയമുറി ജാറത്തിൽ മറവിട്ട് കിടക്കുന്ന കോയ ഉമർ പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ
ഖത്തം ദുആയും നേർച്ചകളും നടത്തിയിരുന്ന ഇവിടം അടിസ്ഥാന സൗകര്യക്കുറവ് കാരണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ചാപ്പനങ്ങാടിയിൽ നിന്നും പാങ്ങ് ചേണ്ടിയിൽ നിന്നും കാടാമ്പുഴയിൽ നിന്നും സമദൂരത്തിലുള്ള ഈ പ്രദേശം മരവട്ടം ഗ്രേസ് വാലി എന്ന സ്ഥാപനത്തിനോട് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് കിടക്കുന്നു. പണ്ഡിതരും സാധാരണക്കാരുമടക്കം നൂറുകണക്കിന് ആളുകൾ സിയാറത്തിന് എത്താറുള്ള ഇവിടം ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ മുഹിബ്ബീങ്ങളോടൊപ്പവും അല്ലാതെയും സിയാറത്തിന് എപ്പോഴും എത്താറുണ്ടായിരുന്നു. മഹാന്മാരെ പിൻപറ്റി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.